അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഉച്ച കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വയറിങ്ങിൻ്റെ പണി ഏകദേശമൊക്കെ കംപ്ലീറ്റ് ചെയ്യിക്കുന്നു കേട്ടോ. ആ പുറത്ത് കാര്യങ്ങളും സ്വിച്ച് ബോർഡുകളും ഒക്കെ നിൽക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. പിന്നെ മുകളിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഇന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഇന്നത്തോടു കൂടി വയറിങ്ങിൻ്റെ പണികളൊക്കെ തീർന്നു കേട്ടോ. കറണ്ട് കിട്ടിയിട്ടില്ല, അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. തുറക്ക് തുറക്ക് അപ്പം സെനിമോന എൻ്റെ അസിസ്റ്റൻ്റായിട്ട് എൻ്റെ കൂടെ കൂടിയിരിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പണി. ഇന്നലെ പിന്നെ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എഡിറ്റിംഗ് ഒക്കെ പെൻഡിങ് ആയതുകൊണ്ടാണ് 3 ദിവസം വൈകിട്ട് പിന്നീട് വരുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം വയറിങ്ങിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പൊടിപടലങ്ങളും ഒക്കെ ആയിട്ട് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള പരിപാടികൾ ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അതാ ചട്ടക്കടലാസുകളാണ് കേട്ടോ. അത് സ്ക്രീനും കുഞ്ഞു കുഞ്ഞു പെട്ടികൾ, ലൈറ്റിൻ്റെതും ഹോൾഡറിൻ്റെതും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ പെട്ടികളുണ്ട് കേട്ടോ. ഇതൊക്കെ മക്കളെ വക ഒരു വെച്ചതാണ്. പയ്യത് കൊടുത്തിട്ട് പൈസ ഇട്ടിട്ട് എടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഓല വക ഒരു വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ 4 മണി ആകുന്ന സമയത്താണ് അതൊക്കെ പോയിട്ടൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ചായക്കടിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പണിക്കാരുണ്ടെങ്കിൽ എന്നിപ്പോൾ പുറത്തുനിന്ന് എങ്ങനെ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കും കേട്ടോ. പക്ഷെ നമ്മളൊറ്റക്കാവുമ്പോൾ ഒരു കടിയൊക്കെ ഉണ്ടാക്കാനൊരു മടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കപ്പ് കേക്കും ഇതൊക്കെ ആയിട്ട് ആണ് കേട്ടോ ചായ കുടിച്ചത്. സെനിമോന് ചെറിയൊരു പനിയും ജലദോഷം കഫക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരുമാതിരിയായിട്ട് ഓൻ്റെ മുഖം ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് കുഞ്ഞുട്ടി ഇന്ന് നേരത്തെ വന്നിട്ടോ. അപ്പോൾ മനുഷ്യനാണെങ്കിൽ ഒരു പണിയൊക്കെ ഏറ്റിയാണ് മൂപ്പരാകെ വരവ്. ഇവിടെ കല്ലങ്ങോട്ട് മാറ്റിയിടണം, അങ്ങോട്ട് ഇടണം, ഇങ്ങോട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനാണെങ്കിൽ എന്താ അതിൻ്റെ അടുത്ത് കൂടാൻ വേണ്ടി നിന്നപ്പോഴേക്കും സെനുമോൻ അതിലന്ന് ഓടി പാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓനെ വീണ്ടും പിടിച്ചുകൊണ്ടെന്ന് ഞാനാണെങ്കിൽ ഇത് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള ആ ഒരു ആശങ്കയിലാണ് കേട്ടോ. ഈ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ടി പിന്നെ മേത്ത് ചളിയാക്കണ പണിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ. പക്ഷെ കുഞ്ഞുട്ടി ഒറ്റക്ക് എടുക്കണത് കാണുമ്പോൾ പിന്നെ ഒന്നും കൂടി കൊടുക്കാതെ ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ അതിനേറ്റ കയ്യുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വീക്കുമ്പോഴേക്ക് ഒന്ന് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഇതാ ഇത്ര കല്ലൊക്കെ കൊണ്ടുവന്നിട്ട് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുട്ടി തന്നെയാണ് വലുതൊക്കെ കൊണ്ടുവന്ന് കേട്ടോ. ഞാൻ ചെറുതൊക്കെ ഇങ്ങനെ വല്ല തോളിൽ വെച്ച് കൊണ്ടുപോയേ ചെയ്യുള്ളൂ. അപ്പോഴത്തേന് ഇന്നത്തെ സമയം കഴിഞ്ഞു എന്നും പറഞ്ഞ് സൂര്യേട്ടൻ പോയി. അപ്പോൾ പിന്നെ നമ്മുടെ പുറത്തത്തെ പരിപാടികളും നമ്മൾ അവസാനിപ്പിച്ച് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇന്ന് ഇമ്മ വന്നിട്ടുണ്ടായിനി. അപ്പം ഉമ്മ വന്നപ്പോഴേ കവറുകൾ എടുക്കലും പിന്നെ ബാഗ് തപ്പലും പരിശോധനയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെനിമോനാണെങ്കിൽ ഇന്നൊരു ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിട്ട് ആരും പറ്റണില്ല കേട്ടോ. എൻ്റെ ഒക്കത്ത് മാത്രമേ നിൽക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓനൊക്കത്തും വെച്ചിട്ട് ഞാൻ ചോറ് ഞാൻ ഉച്ചയ്ക്ക് തന്നെ വെക്കുമല്ലോ. അപ്പം അത് ഒരു 3/4 വേവിന് ഞാൻ ഊറ്റി മാറ്റി വെക്കും. പിന്നെ വൈകുന്നേരത്തെ അതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പം അത് ഒരു വശത്ത് നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പം അത് ഞാൻ അപ്പം പൊരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉച്ചയ്ക്ക്. അപ്പം ഇപ്പോൾ അത് മീൻ മസാലയൊക്കെ പറ്റി വെച്ചതും കൂടി ഞാനൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പം ഇമ്മ വിരുന്ന് വന്നിട്ട് സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം മീനൊരു വകത്ത് പൊരിയുന്നുണ്ട്, പിന്നെ മീൻകറി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇമ്മ ഇന്നാളിപ്പോൾ ഒരു മിന്നൽ വിസിറ്റ് നടത്തിയിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പം ഉമ്മ ഒരു
കാച്ചിലിൻ്റെ കണ്ടൊക്കെ കൊടുത്തയച്ചിന്, കാച്ചിൽ കൊടുത്തയച്ചിന് കേട്ടോ. അത് ഇതുവരെ വെച്ചിട്ടില്ല ഇനി. അപ്പം ഇനിയും വെച്ചിട്ടില്ലെങ്കിൽ ഇമ്മ വരുമ്പോൾ പറയാം എനിക്ക് എന്തിനാ ഞാൻ കൊടുത്തയച്ചതെന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ വേഗം ഞാൻ അതിന്നൊരു കൂട്ടാനാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ പിറ്റേന്ന് ഗുഡ് മോർണിംഗിലാണ് കേട്ടോ ഈ തേങ്ങ കൈ പിടിച്ചിട്ടുള്ള നെറുപ്പ്. അപ്പോൾ ഇന്നിപ്പോൾ പുട്ടുണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങയൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇമ്മ ഇതിലിങ്ങനെ വന്നപ്പോൾ ഇമ്മാനായിട്ട് കുശലാന്വേഷണങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇനി വേഗം ചായയും കടിയൊക്കെ ഉണ്ടാക്കണം. ഇമ്മ നേരം വെളുത്തിട്ട് നമുക്ക് എടുക്കാനുള്ള പണിയുടെ പ്ലാനിങ് ഒക്കെ പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും എന്തെങ്കിലുമൊക്കെ പുറം പണി ഉണ്ടാവണ ദിവസം എനിക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടാണ് കേട്ടോ. അപ്പം എന്നാൽ ഒരു തല പുട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേണം ഉമ്മാൻ്റെ കൂടെ പുറത്തിറങ്ങി ഓരോ പണിക്ക് കൂടാൻ കേട്ടോ. ഉമ്മാക്ക് എന്ത് പണി എടുക്കുകയാണെങ്കിലും രാവിലെ വെയിൽ ചൂടാകുമ്പോഴത്തേന് ആ പണി തീർക്കണം. ഒരു 8 മണി ഒരു 10 മണി വരെയൊക്കെ പുറത്തത്തെ പണികൾ എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് കയറുക, അങ്ങനെയൊക്കെയുള്ള ഇതാണ് കേട്ടോ. അപ്പം ഉമ്മ ഇവിടെ കുറച്ച് മണലൊക്കെ ഉണ്ട്. അപ്പം അത് വെറുതെ കളയണ്ട, ഇവിടെ ഒരു ഭാഗത്തെടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ സെറ്റപ്പ് ആക്കുന്ന പണിയാണ് കേട്ടോ ഉമ്മാക്ക്. പിന്നെ ചിലരൊക്കെ ചോദിക്കും ഇത് എൻ്റെ അമ്മയാണോ കുഞ്ഞുട്ടിൻ്റെ അമ്മയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ അമ്മയാണ് കേട്ടോ. ഇമ്മയാണ് ഇടയ്ക്ക് ഓരോന്ന് വരലും ഇങ്ങനെ ഓരോ പണികളൊക്കെ എടുക്കാൻ കൂടി തരലൊക്കെ കേട്ടോ. പിന്നെ കുഞ്ഞുട്ടിൻ്റെ അമ്മ ഉണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞുട്ടിൻ്റെ അമ്മ കുറച്ചൊക്കെ പ്രായമായി, പിന്നെ അമ്മ കുറച്ച് വയ്യാകിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം അമ്മക്ക് ഇങ്ങനെയുള്ള പണികൾക്കൊന്നും കൂടി തരാനൊന്നും കഴിയൂല കേട്ടോ. അമ്മക്ക് വയ്ക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ അമ്മ കൂടും കേട്ടോ. അമ്മ ഇങ്ങനത്തെ പുറം പണികൾക്കൊക്കെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒക്കെ വൃത്തിയാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാക്കിയൊക്കെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പം അമ്മക്ക് വയ്യാതെ ഒരു ഭാഗത്ത് ഇരിക്കുക കിടക്കുക അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെയാണ് കേട്ടോ അമ്മ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഉമ്മാനെ ഞാൻ വീഡിയോ ഒന്നും എടുത്തുകൊണ്ട് അങ്ങനെ ചാനലിലൊന്നും ഇടൂല കേട്ടോ. ഈ ഇമ്മ പിന്നെ വന്നങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ പിന്നാലെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ എടുക്കുന്നതുകൊണ്ട് ഇമ്മ അങ്ങോട്ട് ഉൾപ്പെടുക എന്നുള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും ഉമ്മക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് ക്യാമറയിൽ വന്ന് അങ്ങനെയൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ ഉമ്മക്ക്. പിന്നെ കുഞ്ഞുട്ടിൻ്റെ അമ്മ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത്, തറവാട്ടിൽ ഉണ്ട്. ഇനിയിപ്പോൾ കുടിരിക്കലിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേന് ഉമ്മാനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഈ ഒരു മുൻവശത്ത് കുറച്ച് മണലുണ്ടായിരുന്നു കേട്ടോ. തേപ്പിന് കൊണ്ടുവന്ന നല്ല മണലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുടിരിക്കലിൻ്റെ ആ ഒരു സമയമാകുമ്പോഴേക്കും ഇവിടുന്ന് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് കേട്ടോ. ആദ്യം ഞാനും ഉമ്മയും കുറച്ച് നേരം കൊണ്ടുപോയിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം രംഗത്ത് ഇറങ്ങിക്കണം അജുവാണ് കേട്ടോ. അപ്പം എന്നെ കാണാത്തത് എന്താണെന്ന് വെച്ചാൽ ജനുമോൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ചായ എടുക്കാൻ വേണ്ടിയിട്ട് വല്ല ഇവിടുന്ന് എസ്കേപ്പ് ആയതാണ് കേട്ടോ. അപ്പോൾ ഓനൊന്ന് ചായയൊക്കെ കുടിച്ചൊന്ന് സെറ്റായെങ്കിലുള്ളൂ ബാക്കി നമുക്ക് ഇതിന് കൂടാനൊക്കെ പറ്റും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കരഞ്ഞ് വിളിച്ച് കൊലമ്പാക്കി തരും കേട്ടോ ഓന്. അപ്പോൾ ആ സിറ്റ് ഔട്ടിൻ്റെ ഇടയിലൊരു ഇടല്ലേ, ആ ഇടയിലാണ് കേട്ടോ ഈ മണലൊക്കെ കൊണ്ടുപോയിരുന്നത്. ഞാനുമ്മാരോട് ഇങ്ങനെ പറയേനി ഇനിയിപ്പോൾ അവിടെയൊക്കെ ആകെ കണ്ട് മണലിട്ട് കൊളാക്കാനാണ്. എനിക്കിപ്പോൾ ആ ഷെഡൊക്കെ ഒന്ന് പൊളിച്ചാൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം വീഡിയോൻ്റെ. അപ്പോൾ കാണില്ലേ ആ പ്ലാസ്റ്റിക്കും ആ മണലൊക്കെ ഇക്കാരം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയേനി കേട്ടോ. അപ്പം അമ്മ പറഞ്ഞ് അതിനൊക്കെ ഒരു പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട്, ഇജ്ജ് ബേജാറാകണ്ട. അപ്പം അതിൻ്റെ ഇടയിലാക്കി ആ മണലൊരു ഭാഗത്ത് ഒരു കുഴപ്പമില്ലാതെ കടന്നോളും. എന്നാൽ ടൈലിടുമ്പോൾ ആ മണലെടുത്താൽ മതി. പിന്നീട് അതിന് വേറൊരു മണലൊന്നും വാങ്ങണ്ടല്ലോ, മഴ പെയ്താൽ ചിലപ്പോൾ അത് ഒലിച്ചു പോകും അങ്ങനെയൊക്കെ പറഞ്ഞാണ്ടൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അമ്മ. അപ്പം അതിനൊരു സൊല്യൂഷനൊക്കെ അമ്മ കണ്ടിക്കണമെന്ന് പറഞ്ഞ്. ഇപ്പം എന്തായാലും ഞാൻ വേഗം ജനുക്ക് ചായയൊക്കെ കൊടുത്തിട്ട് എന്താണ് ആ സൊല്യൂഷൻ എന്നൊക്കെ നോക്കട്ടെ കേട്ടോ. ഇന്നലെ മോന് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. പക്ഷെ മരുന്നൊക്കെ കൊടുത്ത് ഒന്ന് ഉഷാറായി. ഇന്നിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ആള് ചായയൊക്കെ കുറിച്ച് ഉഷാറായിട്ട് ചെയ്യുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് അതാ കളത്തിലിറങ്ങാനുള്ള ആളാണ് വന്നത്. അപ്പം ഇനി വേഗം മൂപ്പരും തന്നെ കുപ്പായൊക്കെ മാറ്റി കളത്തിലിറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ കുറേ ആളുണ്ടാകുമ്പോൾ എളുപ്പം കഴിയുമല്ലോ പണി. അപ്പോൾ ഞാനിങ്ങനെ മണ്ണ് ഒരു ചാക്കിലുണ്ട്, ഒരു പട്ടിയുണ്ട്, അതൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക, ഓലിങ്ങനെ കൊണ്ടുപോകുക, അങ്ങനെയാണ് കേട്ടോ അപ്പോൾ സിസ്റ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വേഗം വേഗം പണിയെടുത്തപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ പണികളൊക്കെ തീർന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ആ മണലൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ട് മൂടി ഇങ്ങനെ റെഡിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അതിൻ്റെ പരിഹാരം ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഉമ്മ ഇവിടെ ഓരോ പണികളായിട്ട് ഇവിടെ സ്റ്റെപ്പ് ശരിയാക്കണേ അങ്ങനെയൊക്കെ പണികൾക്ക് ഇറങ്ങിക്കണം കേട്ടോ. പിന്നെ കുഞ്ഞോട്ടി ഇവിടെ നമ്മൾ ആ മണലൊക്കെ വാരിയെടുത്തില്ലേ കുറേ കല്ലും മുട്ടികൾ അവിടെയൊക്കെ മിറ്റൊക്കെ ഒന്ന് ചെത്തി നിരപ്പാക്കണ തിരക്കിലാണ് കേട്ടോ. ഉമ്മക്ക് എപ്പോൾ വന്നാലും മിറ്റത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണികളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ഈ കുട്ടീനെയും കൊണ്ട് ഒറ്റക്കല്ലേ, അപ്പോൾ എല്ലാം പാടെ എടുത്താൽ എത്തൂലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഉമ്മ ഇങ്ങനെ ഇടക്ക്
തലക്കൊക്കെ വരുന്നതാണ് കേട്ടോ. എന്നിട്ട് വന്നിട്ട് ഇതേപോലെ എല്ലാത്തിനും കൂടി തരും. ഇതാണല്ലോ ഇമ്മ പറഞ്ഞ പരിഹാരം. മുന്നിലുള്ള ചെടികളൊക്കെ അല്ലേ, അപ്പൊ അതിവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പറയേ അങ്ങനെ എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കുമ്പോൾ പ്ലാസ്റ്റിക് ഒന്നും അല്ലാതെ അങ്ങോട്ട് കാണൂല, ഈ ചെടികൾക്ക് കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ചെടികളൊക്കെ പിന്നെ വെള്ളമൊന്നും കിട്ടാതെ ഇങ്ങനെ ആകെ കുമ്പിട്ട് സുജൂദിക്കോ ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പൊ ഇനി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് റെഡിയായി വരുമ്പോഴത്തേന് നല്ല ഉഷാറായിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ചെടികളൊക്കെ വെച്ചിട്ട് അവിടെ മുന്നിലാണ് സെറ്റപ്പ് ആക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അതങ്ങനെ ചെറിയ രീതിയിലൊരു സ്റ്റെപ്പൊക്കെ കൊടുത്തുകാണ്ടി ഇവിടെ ഇങ്ങോട്ട് ഉഷാറാക്കിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല വെയിൽ വന്നപ്പോഴത്തേന് മിറ്റത്തിൻ്റെ പണികളൊക്കെ കഴിച്ചിട്ട് അവിടെ അകത്തേക്ക് കയറിയിട്ടുണ്ടായി കേട്ടോ. പിന്നെ കുഞ്ഞുട്ടിക്ക് ഇവിടെ എന്തൊക്കെയാ മിനുക്ക് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വീഡിയോ എടുത്ത നിയമോളാണ്. ഇവിടെ എന്താ പണി എടുക്കുക? പെയിന്റ് അടിച്ചേ എന്താക്കണ്? ആ പൊട്ടിങ്. നമ്മള് പൊട്ടിങ് ചെയ്യ. പുഡിങ് പൊട്ടിങ് പൊട്ടിങ് വെച്ചാൽ നല്ലൊരു ബൾക്ക് മൂപ്പർക്ക് ഇടയ്ക്ക് ഓരോരോ മിനുക്ക് പണികൾ എടുക്കലാണ് കേട്ടോ. അപ്പൊ കുറച്ച് കുട്ടി ഉണ്ടേനി കേട്ടോ, അത് ഇവിടെ തേച്ച് കൊടുക്കുകയാണ്. അന്ന് അപ്പോക്സി ചെയ്തന്നേ, അവിടെ അപ്പോക്സി ചെയ്യണം പറഞ്ഞിട്ട് ആ തേക്കണ ഭാഗത്തുകൾ കണ്ടോ കുറച്ച് കരി പുരണ്ട മാതിരി, അത് മൂപ്പര ഭാഗം അപ്പോക്സി വാരി തേമ്പിയതാണ് കേട്ടോ. അപ്പൊ അത് ഒന്ന് ബോറായിക്കുന്നു ഇറങ്ങാണ്ട് ഈ കുട്ടി വയറിങ്ങിന് ഓലിങ്ങനെ കുത്തി പൊളിച്ചു കൊടുത്തൊക്കെ ഇങ്ങനെ ആ ഒരു സിമെന്റൊക്കെ പോയി കൊടുത്ത് ഇങ്ങനെ വല്ല തേച്ചത് ഇനി കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് മൂപ്പര് ഇവിടെ കൊണ്ടുവന്ന് തേമ്പാണ് കേട്ടോ. മൂപ്പര് കിടക്ക് ഇങ്ങനെ ഓരോ മിനുക്ക് പണികളൊക്കെ എടുക്കൂട്ടോ. ചിലപ്പോൾ അത് നല്ല കാരണം ചിലപ്പോൾ അത് കൊളന്ന് ഒന്നും ചെയ്യും കേട്ടോ. ഇപ്പം അതെന്താ കാട്ടിക്കൂട്ടാന്നില്ല അറിയില്ല കേട്ടോ. ഇതൊന്നും ഞാൻ ശരിക്കും കണ്ടിട്ട് തന്നെ ഇല്ല കേട്ടോ. ഇനി നമ്മൾ വീഡിയോ എടുത്ത് കൊണ്ടുവന്നപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനിത് കണ്ടത് കേട്ടോ. ലൈറ്റ് ഒക്കെ വെച്ചു, നമ്മൾ സ്വിച്ചൊക്കെ വെച്ചേ. സ്വിച്ച് നല്ല സ്വിച്ചാണ്. സ്വിച്ചൊക്കെ വെച്ചു. ഇതാ ഇതെന്താ അപ്പോൾ ഇത് സ്വിച്ചാണ്, നല്ല സ്വിച്ചാണ്. സ്വിച്ച് പിന്നെ ബൾബ് കുറേ ബൾബൊക്കെ വെച്ചു. ഓക്കെ, ഞമ്മ ഈ റൂമിൽ ലൈറ്റ് വെച്ചു. ഇവിടെ ഒന്നും കൂടി വെക്കാണ്ട്. ഇതാ ഈ ബാത്റൂമിൽ ടൈൽ ഇട്ടിട്ടില്ല, സ്വിച്ച് മാത്രം ഇട്ടിട്ടുള്ളു. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നും ഇതിൽ ഇട്ടിട്ടുള്ളു, കുറച്ച് പരിപാടികൾ. അപ്പോൾ നമ്മൾ കുറേ അടുക്കള കാണിച്ചിറങ്ങി. അടുക്കള ഉണ്ടോ നിങ്ങൾ? ഏതായാലും നിയമങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല ലാസ്റ്റ് ഭാഗത്തിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.